അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അശ്വിൻ്റെ കോള് വന്നത്. സിദ്ധു ഫോണിലേക്ക് നോക്കിയതും അശ്വിൻ എന്ന് കണ്ടു. അത് കണ്ടതും അവൻ അമ്മുവിനെ ഒന്ന് നോക്കിയതിനു ശേഷം ഫോൺ എടുത്തു. പറയാളിയാ, സിദ്ധു എടുത്ത പാടെ അവനോട് പറഞ്ഞു. മറുവശത്തു നിന്നും ഷെറിന് അയച്ചു കൊടുത്തിട്ടായിട്ടുള്ള ക്ലിപ്പും അതിൽ റിനോഷ് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അശ്വിൻ അവനോട് പറഞ്ഞു. അശ്വിൻ അത് ഓരോന്ന് പറയുമ്പോഴും സിദ്ധുവിൻ്റെ മുഖം ചുവക്കുന്നതും അവൻ്റെ മുഷ്ടി ചുരുട്ടുന്നതും ഒക്കെ അമ്മ നോക്കിക്കൊണ്ടിരുന്നു. സിദ്ധിയെ സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതെന്ന് അമ്മുവിന് മനസ്സിലായി. അവൻ എൻ്റെ മോളെ മനഃപൂർവ്വം ദേഷ്യവും സങ്കടവും വിങ്ങലും ഒക്കെ കൂടി ഉണ്ടായിരുന്നു അവൻ്റെ സ്വരം. അവനെ എനിക്ക് വേണം അശ്വിൻ, എൻ്റെ മോളെ കൊന്നവനെ എനിക്ക് വേണം, സിദ്ധു ദേഷ്യത്തോടെ അശ്വിനോട് പറഞ്ഞു. അളിയ വിഷമിക്കാതിരിക്കെ, ഇത്രയും നാൾ നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലായിരുന്നല്ലോ അവനാണ് സിദ്ധിയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഈ ഒരു വോയിസ് ക്ലിപ്പ് മാത്രം മതി അവനെ പൂട്ടാൻ. ഇനി പുറംലോകം പോലും കാണാൻ കഴിയാത്ത വിധം അവനെ പൂട്ടണം, അശ്വിൻ ദേഷ്യത്തോടെ സിദ്ധുവിനോട് പറഞ്ഞു. പോലീസിൽ ഏൽപ്പിക്കുന്നതിനും നിയമത്തിന് വിട്ടുകൊടുക്കുന്നതിനും മുൻപ് എനിക്ക് അവനെ ഒന്ന് കാണണം. എന്നോടുള്ള ദേഷ്യത്തിനും വാശിക്കും ഒരു തെറ്റുപോലും ചെയ്യാത്ത, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ആഗ്രഹിക്കാത്ത എൻ്റെ മോളെ കൊന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. അതിലൂടെ അവൻ എന്താണ് കിട്ടിയതെന്ന് എനിക്ക് ചോദിക്കണം. എനിക്ക് വേണം അശ്വിൻ അവനെ, ആ നായിൻ്റെ മോനെ എനിക്ക് വേണം. സിദ്ധു ദേഷ്യം കൊണ്ട് വിറച്ചു. മറുവശത്തു നിന്നും അശ്വിൻ എന്തോ അവനോട് പറഞ്ഞു. അത് കേട്ടതും അവൻ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അയാളാണോ അഭിയേട്ടാ നമ്മുടെ സിദ്ധിയെ? അവൻ ഫോൺ വെച്ചതും അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു. അതെ അമ്മോ, അവനാ എൻ്റെ മോളെ. എന്തിനായിരുന്നു അവൻ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? എന്നെപ്പോലെയല്ലേ അവൾ അവനെയും കണ്ടത്? സ്വന്തം ആങ്ങളെപ്പോലെ അല്ലായിരുന്നോ അവൻ അവൾക്ക്? എന്നിട്ട് എന്നോടുള്ള വാശി അവൻ എന്നോട് തീർത്ത പോരായിരുന്നോ? എന്നെ നോവിക്കണമെന്ന് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ അതവന് എന്നെ കൊന്ന പോരായിരുന്നോ അമ്മോ? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളെ എന്തിനാ അവൻ? എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ അവർക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാ? വിടില്ല, ഞാൻ അവനെ വിടില്ല അമ്മോ. ഇനി അവന് മാപ്പില്ല. എൻ്റെ മോള് വേദനിച്ചതുപോലെ തന്നെ അവനും വേദനിക്കണം, അവൻ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവളോട് പറഞ്ഞു. ഇങ്ങനെയുള്ളവന്മാരൊന്നും ഒരിക്കലും ഒറ്റയടിക്ക് മരിക്കരുത് അഭിയേട്ടാ. ചെയ്ത തെറ്റെന്താണെന്ന് ഓർത്ത് നീറി ഇല്ലാതെയാകണം. എങ്കിൽ മാത്രമേ ഇവന്മാരൊക്കെ പഠിക്കുകയുള്ളൂ. അവൾ ദേഷ്യത്തോടെ അവനോട് തിരികെ പറഞ്ഞു. കൊല്ലും ഞാൻ അവനെ. ഒരു നിയമത്തിന് ഞാനവനെ വിട്ടുകൊടുക്കില്ല. അങ്ങനെ വിട്ടുകൊടുത്താൽ എൻ്റെ മോൾ എന്നോട് ക്ഷമിക്കില്ലമ്മോ. അവൾ എന്നോട് ചോദിക്കില്ലേ, എന്നെ കൊന്നത് ആരാണെന്ന് അറിഞ്ഞിട്ടും ഏട്ടൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാഞ്ഞതെന്ന്? ഏട്ടൻ എന്താ അവനെ കൊല്ലാഞ്ഞതെന്ന് എൻ്റെ മോള് എന്നോട് ചോദിക്കില്ലേ അമ്മോ? എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നോട് ചോദിക്കില്ലേ അവനെ വെറുതെ നിയമത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുത്തത് എന്തിനാണെന്ന്? അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അബേട്ടാ, അവൻ്റെ രീതികൾ കണ്ട് അവൾ അവൻ്റെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് വിളിച്ചു. ഏട്ടൻ അങ്ങനെ അവനെ കൊന്നിട്ട് ജയിലിൽ പോയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? അമ്മുവിനെ വിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ അബിയേട്ടന്? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ അമ്മു? എന്നെ അനാഥനാക്കിയത് അവനല്ലേ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആര് പറഞ്ഞു എൻ്റെ അഭിയേട്ടൻ അനാഥനാണെന്ന്? ആരാ പറഞ്ഞത്? ഞാനില്ലേ എൻ്റെ ഏട്ടന്? അമ്മു ഇല്ലേ? അവളും കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു. അത് കേട്ടതും അവൻ സകല നിയന്ത്രണവും വിട്ട് അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. അഭിയേട്ടാ, ഇങ്ങനെ കരയല്ലേ ഏട്ടാ. അവൻ്റെ വിഷമം കണ്ട് സഹിക്കാൻ കഴിയാതെ അവൾ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കായിപ്പോയില്ലേ അമ്മു? എല്ലാവരെയും അവൻ കൊന്നില്ലേ? എൻ്റെ മോളെ, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ എല്ലാം അവൻ കൊന്നില്ലേ? എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ അമ്മു അവൻ? ഞാൻ ചെയ്ത തെറ്റിന് അവൻ എന്നെ ശിക്ഷിച്ചാൽ പോരായിരുന്നോ? അവൻ വിങ്ങിപ്പോയി. അഭിയേട്ടാ, നമുക്ക് വേദനിക്കുന്നതിനേക്കാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ വേദന. അത് മനസ്സിലാക്കിയ അവൻ അവളോട് അങ്ങനെ ചെയ്തത്. ഏട്ടനെ എന്തെങ്കിലും ചെയ്താൽ അത് അവന് കണ്ട് രസിക്കാൻ കഴിയില്ലല്ലോ. മറിച്ച് അവൾക്ക് സംഭവിച്ചപ്പോൾ ഏട്ടനെ ഒരുപാട് വേദനിച്ചില്ലേ? അത് കാണാനും അവനും ആഗ്രഹിച്ചത്. അവൾ പറഞ്ഞതും അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കരയാതിരിക്കുക അഭിയേട്ടാ, കരയല്ലേ. അവൾ അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. സിദ്ധു വിളിച്ച് പറഞ്ഞത് പ്രകാരം അശ്വിനും തരുണും വൈകിട്ട് അവിടേക്ക് വന്നിരുന്നു. തരുൺ വരുമെന്ന് പറഞ്ഞതും അമ്മുവിനെ കാണണമെന്ന് പറഞ്ഞ് ഓഫീസ് കഴിഞ്ഞ് സോനയും അവൻ്റെ ഒപ്പം വന്നു. സിദ്ധു, എന്താ നിന്റെ തീരുമാനം? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവൻ്റെ കാര്യവും ഈ തെളിവും കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ അവരവനെ അറസ്റ്റ് ചെയ്യില്ലേ? ബാക്കി അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യമൊക്കെ അവർ നോക്കിക്കോളും. അല്ലേ അതിൻ്റെ ശരി? തരുൺ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും അത് തന്നെ ആളിയാ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും നല്ലത് നിയമത്തിന് വിട്ടുകൊടുക്കുന്നതല്ലേ. അവൻ ഇനി പുറംലോകം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ നമുക്കവനെ പൂട്ടാൻ കഴിയും. അതിന് നല്ലൊരു വക്കീലിനെ നമ്മൾ കണ്ടെത്തിയാൽ പോരെ? അശ്വിനും അതാണ് ശരി എന്നുള്ള രീതിയിൽ സിദ്ധുവിനെ നോക്കി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പറയുന്നതൊക്കെ ശരി തന്നെയാ. നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും പെങ്ങളെയും ഒക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി അവന് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നൽകുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല.
നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ നിയമത്തിന് അവനെ നമുക്ക് വിട്ടുകൊടുക്കാം. പക്ഷെ കാശ് വാരി എറിഞ്ഞ് അവൻ അതിൽ നിന്ന് ഊരിപ്പോന്നാലോ? അല്ലെങ്കിൽ കുറച്ച് നാൾ ജയിലിൽ കിടന്നിട്ട് അവൻ ഇറങ്ങിയാലോ? അപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോടും എൻ്റെ സിദ്ധിമോളോടും ഒക്കെ ചെയ്തതിന് എന്തെങ്കിലും ശിക്ഷ അവന് കിട്ടുമോ? അപ്പോഴും അവൻ തന്നെയല്ലേ ജയിക്കാൻ പോകുന്നത്? സിത്തു അവരെ നോക്കി ചോദിച്ചു. പിന്നെ അഭിയേട്ടൻ എന്ത് വേണമെന്നാ പറഞ്ഞു വരുന്നത്? ഏട്ടൻ അവനെ കൊന്നിട്ട് ജയിലിൽ പോണോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഏട്ടന് പോണോ? ഇപ്പോൾ ഏട്ടൻ പറഞ്ഞതുപോലെ ഏട്ടൻ അവനെ കൊന്നിട്ട് അപ്പോൾ ഏട്ടന് ഇവരെയൊക്കെ തിരിച്ചു കിട്ടുമോ? സിദ്ധി ഏട്ടന് തിരിച്ചു കിട്ടുമോ? അത് കേട്ട് അമ്മ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു. അവൾ പറയുന്നത് കേട്ട് അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. ഏട്ടാ, ഏട്ടനെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. അറിയാം, ഏട്ടന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഏട്ടൻ്റെ മുൻപിൽ നടന്നതെന്ന്. പക്ഷെ അതിൻ്റെ വാശി തീർക്കാൻ എന്ന പോലെ ഏട്ടൻ അവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് സിനിമയോ സീരിയലോ ആണോ? ജീവിതമല്ലേ അഭിയേട്ടാ? നിയമത്തിൻ്റെ മുൻപിലേക്ക് അവനെ വിട്ടുകൊടുക്കുന്നത് തന്നെയല്ലേ ശരി? നമ്മളെ ശിക്ഷിക്കാൻ നമ്മളെന്താ ദൈവമാണോ? അല്ലെങ്കിൽ അതിന് അവകാശമുള്ളവരാണോ? ഒരിക്കലും അല്ല അഭിയേട്ടാ. ഒരു പക്ഷെ അവൻ ചെയ്തതിനുള്ള കഠിനമായ ശിക്ഷ അവന് കിട്ടില്ലായിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്നത് ശരിയല്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ തെളിവുകളുമായിട്ട് ചെന്ന് സംസാരിക്കാം. അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം. അമ്മ അവനെ നോക്കി പറഞ്ഞു. അവൾ പറയുന്നത് ശരിയാണെന്ന് അവനും തോന്നി. നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്ന് പറഞ്ഞ ആ ഐഡിയയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അശ്വിൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞതും തരുണും സോനയും അത് എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് അന്ന് വേറൊരു പ്ലാൻ ഇട്ടിരുന്നു. അവർ നോക്കുന്നത് കണ്ട് അശ്വിൻ അവരെ നോക്കി പറഞ്ഞു. അതെന്താ? സോന സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ ഇവരെ രണ്ടുപേരെയും പിരിക്കാനായിരുന്നല്ലോ അവൻ്റെ തീരുമാനം. അപ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്ന് തന്നെ അവൻ വിശ്വസിക്കുന്ന വിധം ഇവരോട് പെരുമാറാൻ ഞാൻ പറഞ്ഞു. അതുമാത്രമല്ല, അവൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്നും എന്തിനായിരുന്നു അവൻ സിദ്ധിയോട് അങ്ങനെ ചെയ്തതെന്നും കണ്ടുപിടിക്കണമെങ്കിൽ അവൻ്റെ ഒപ്പം നിൽക്കണ്ടേ. അപ്പോൾ ഇവർ രണ്ടുപേരും പിരിഞ്ഞ് അമ്മു അവൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് നിൽക്കുന്ന വിധം ഒരു ഐഡിയ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ 3 പേരും തീരുമാനിച്ചത്. പക്ഷെ അന്നേ അളിയാൻ അതിന് താല്പര്യമില്ലായിരുന്നു. ഒരു പക്ഷെ സിദ്ധിയോട് അങ്ങനെ ചെയ്തവന് അമ്മുവിനോടും അങ്ങനെ ചെയ്യാമല്ലോ എന്നാണ് അളിയൻ അന്ന് എന്നോട് ചോദിച്ചത്. ഒരു വഴിക്കും അവൻ്റെ നാവിൽ നിന്ന് അവൻ തന്നെയാണ് അവളുടെ മരണത്തിന് ഉത്തരവാദി എന്ന് അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ അങ്ങനെ പ്ലാൻ നോക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല. എന്തു വന്നാലും ഷെറിൻ അവൾക്ക് അറിയാവുന്നത് അറിയില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ 2 എണ്ണം കൊടുക്കേണ്ടതുപോലെ കൊടുത്തപ്പോൾ അവൾ പച്ചവെള്ളം പോലെ അവൾക്കറിയാവുന്ന എല്ലാം പറഞ്ഞു. അതുമാത്രമല്ല, തെളിവ് എനിക്ക് അയച്ചു തരികയും ചെയ്തു. അവൾ അതിലൂടെ മാപ്പുസാക്ഷിയാകാമെന്നൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ അവിടെ വന്ന് അവൾക്ക് അറിയാവുന്നതൊക്കെ കോടതിയിൽ പറയാമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അശ്വിൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതെന്തായാലും കാര്യമായി. സിദ്ധു പറഞ്ഞതുപോലെ സിദ്ധിയോട് അങ്ങനെ ചെയ്യാൻ ഒരു മടിയില്ലാത്തവന് അമ്മുവിനോടും അങ്ങനെ ചെയ്തൂടെ? ഇപ്പൊ സിദ്ധിയെ കൊന്നിട്ട് അത് അശ്വിൻ്റെ തലയിലാക്കാൻ അവന് സാധിച്ചുവെങ്കിൽ നാളെ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അത് ഇവൻ്റെ തലയിലാക്കാനും അവന് യാതൊരു മടിയും കാണില്ല. അതുകൊണ്ട് ആ ഐഡിയയിലേക്ക് പോകാഞ്ഞാൽ തന്നെ കാര്യമായി. എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാൽ അവൻ ആരെ വേണമെങ്കിലും ഇല്ലാതാക്കും. തരുൺ അവൻ്റെ അഭിപ്രായം പോലെ പറഞ്ഞു. അത് ശരിയാണ്. ഷെറിനിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ അയച്ചു തരുന്നുണ്ടെങ്കിലും അവൾക്ക് അവളുടെ ജീവനിൽ നല്ല ഭയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. സിദ്ധിയെ ഇല്ലാതാക്കി ഇത്രയും വർഷം അവന് ജീവിക്കാമെങ്കിൽ നാളെ ഭയമില്ലാതെയാക്കാനാണോ പാട്? അശ്വിനും പറഞ്ഞു. പക്ഷെ സിദ്ധു, നമ്മൾ ചെയ്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അന്ന് തന്നെ നമുക്ക് സിദ്ധിയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചൊന്ന് വിഷമിക്കേണ്ടി വന്നിരുന്നെങ്കിൽ പോലും യഥാർത്ഥ കൊലയാളി അവർ കണ്ടുപിടിച്ചേനെ. പക്ഷെ നമ്മുടെ മോളുടെ മാനക്കേട് ഓർത്തും അവളുടെ പേര് വലിച്ചിടാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മളന്ന് ആ പരാതി കൊടുക്കാഞ്ഞത്. അതുമാത്രമല്ല, സിദ്ധി മരിച്ചത് സാധാ ഒരു ആക്സിഡൻറ്റിലാണെന്നല്ലേ നമ്മൾ ഇതുവരെയും വിശ്വസിച്ചിരുന്നത്. പക്ഷെ അത് മനഃപൂർവ്വം അവൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. തരുൺ അവനോട് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മോൾക്ക് ഒരുപാട് വേദനിച്ചു കാണും അല്ലേടാ? വയറ്റിലൊരു കുരുന്ന ജീവനുമായിട്ട് അവൻ്റെ മുഖവും സംസാരവും കേട്ടതും അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അമ്മ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് അവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. മോനെ മോനെ സിദ്ധു. പെട്ടെന്ന് പുറകിൽ നിന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് അവരെല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കി. എല്ലാം കേട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ട് നിൽക്കുകയായിരുന്നു അവർ. മുത്തശ്ശി. അവരെ കണ്ടതും സിദ്ധു ഓടിച്ചെന്ന് അവരെ പിടിച്ചു. ആരാ ആരാ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്? അവർ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് മുത്തശ്ശി. അവൻ എന്തു പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു. വേണ്ട, നിങ്ങൾ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നോട് പറ മോനെ, ആരാ എൻ്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയത്? ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവനോട് ചോദിച്ചു. പറയാം, എല്ലാം പറയാം. മുത്തശ്ശി വാ. അതും പറഞ്ഞ് അവരെ പതിയെ പിടിച്ചൊരു കസേരയിലേക്ക് കൊണ്ടിരുത്തി. അപ്പോഴേക്കും അമ്മ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. മക്കളെ, നിങ്ങൾ ആരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അവർ വീണ്ടും ചോദിച്ചു. അത് മുത്തശ്ശി, അവൻ ആ റിനോഷ് അവനാ.
അവനാ നമ്മുടെ സിദ്ധിമോളെ ചതച്ച് ഗർഭിണിയാക്കിയത്. പിന്നീട് അവളെ ഇല്ലാതാക്കിയതും അവനാ. ഇടർന്ന ശബ്ദത്തോടെ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവർ ഞെട്ടി. എന്താ, എൻ്റെ കുഞ്ഞിനെ കൊന്നത് അവനാണെന്നോ? അവർ സംശയത്തോടെ ചോദിച്ചു. അതേ മുത്തശ്ശി, അവനാ അവനാ നമ്മുടെ സിദ്ധിമോളെ കൊന്നത്. അതും പറഞ്ഞ് സിദ്ധു അന്ന് സംഭവിച്ചതെല്ലാം അവരോട് പറഞ്ഞു. എല്ലാം കേട്ടവർ ചത്തതുപോലെയായി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുത്തശ്ശി, അവൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്തിനാ മോനെ അവനെൻ്റെ കുഞ്ഞിനെ? അവൾ എന്ത് തെറ്റാ അതിന് മാത്രം ചെയ്തത്? നമ്മളൊക്കെ അവനെ ഈ വീട്ടിലെ തന്നെ കുട്ടിയായിട്ടല്ലേ കരുതിയത്? നിന്നെപ്പോലെ തന്നെ അല്ലായിരുന്നോ അവൻ സിദ്ധിക്കും നമുക്കും ഒക്കെ? എന്നിട്ട് അവൻ എങ്ങനെയാ മോനെ എൻ്റെ കുഞ്ഞിനോട് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? അവർ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. നമ്മുടെ മോള് തെറ്റൊന്നും ചെയ്തില്ലായിരുന്നല്ലോ മുത്തശ്ശി. തെറ്റ് മുഴുവൻ ചെയ്തത് അവൻ മാത്രമല്ലേ? അതിനുള്ള ശിക്ഷ അവന് കൊടുക്കണം. നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ സന്തോഷം ഇല്ലാതെയാക്കി അവൻ നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിയിട്ട് സന്തോഷിക്കുകയായിരുന്നു. ഒരു ശത്രുവിനെയാണ് നമ്മൾ സ്വന്തം പോലെ കരുതി കൊണ്ടു നടന്നതെന്ന് നമ്മൾ കരുതിയില്ലല്ലോ മുത്തശ്ശി. എല്ലാം അറിഞ്ഞു വന്നപ്പോഴേക്കും നമുക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ മുത്തശ്ശി? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. സിദ്ധു മോനെ, അവരവനെ നോക്കി വിളിച്ചു. എന്താ മുത്തശ്ശി? അവന് വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം സിദ്ധു. അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. നരകിച്ചില്ലാതെയാകണോ അവൻ? അവർ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. ആദ്യമായിട്ടായിരുന്നു അവരങ്ങനെ പറയുന്നത്. ഇതുവരെയും ഒരാളെ നോവിക്കണമെന്ന ആഗ്രഹമില്ലാത്തവരായിരുന്നു അവർ. അമ്മയെപ്പോലും സ്വന്തം മകളെപ്പോലെയാണ് മുത്തശ്ശി സ്നേഹിച്ചിട്ടുള്ളത്. ആ മുത്തശ്ശിയാണ് അവനെ ഇല്ലാതെയാക്കണം, വലിയ ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. സിദ്ധു മനസ്സിൽ ചിന്തിച്ചു. നമുക്ക് അവന് ശിക്ഷ വാങ്ങി കൊടുക്കാം മുത്തശ്ശി. അവൻ ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധമുള്ള ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കാം. മുത്തശ്ശി വിഷമിക്കാതിരിക്കെ. അമ്മ അവരുടെ അടുത്തേക്ക് ചെന്ന് ഇരുന്നു കൊണ്ട് അവരെ സമാധാനപ്പെടുത്തി പറഞ്ഞു. ഇനി എന്താ സിദ്ധു നിന്റെ തീരുമാനം? പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്ന് പരാതി കൊടുക്കാനാണോ? അശ്വിൻ സംശയത്തോട് ചോദിച്ചു. കൊടുക്കണം. പക്ഷെ അതിനു മുൻപ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അനന്തകൃഷ്ണൻ. അവനിപ്പോൾ പോലീസ് ഓഫീസറാണ്. കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. പക്ഷെ അവൻ പിന്നെ ട്രെയിനിങ്ങും പഠിക്കാനൊക്കെ പോയപ്പോൾ അവൻ്റെ കോൺടാക്റ്റ് എൻ്റെ കയ്യിൽ നിന്നും പോയി. അവൻ്റെ നമ്പർ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവൻ്റെ നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവനെ കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ പറയണം. അവനെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാലോ. നിങ്ങളെന്ത് പറയുന്നു? സിദ്ധു സംശയത്തോടെ അവരോട് ചോദിച്ചു. അങ്ങനെ ഒരാൾ നിനക്ക് ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? നമുക്കും ഒരു ധൈര്യം ആകുമല്ലോ. പക്ഷെ അവൻ്റെ കോണ്ടാക്റ്റ് നമ്മൾ എവിടെ ചെന്നിപ്പോൾ അന്വേഷിക്കും? തരുൺ തിരികെ അവനോട് ചോദിച്ചു. കൂടെ പഠിച്ച കുറച്ച് പേരുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അവരോടാരോടെങ്കിലും ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. കിട്ടാതിരിക്കില്ല. ഇനി അവരുടെ കയ്യിലും ഇല്ലെങ്കിലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അവനുണ്ടോ എന്ന് നോക്കാം. സത്യത്തിൽ ഇതുവരെ ആവശ്യമൊന്നും വരാത്തത് കൊണ്ട് അവനെ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഡൽഹിയിലോ മറ്റോ ആണെന്ന് അറിയാം. സിദ്ധു പറഞ്ഞു. ദേ, ഈ ചേട്ടനാണോ? നേറ്റീവ് പ്ലേസ് ഇവിടെയാ കൊടുത്തിരിക്കുന്നത്. സോന ഫോൺ കാണിച്ചുകൊണ്ട് ചോദിച്ചു. അതിനിടയ്ക്ക് നീ അവനെ കണ്ടുപിടിച്ചോ? തരുൺ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചതും അവൾ ഇളിച്ചു കാണിച്ചു. അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് തരണേട്ടാ. ആരുടെയെങ്കിലും കാര്യം കേട്ടാൽ അപ്പം അവൾക്ക് ആ ആളിനെ കാണണം. അമ്മു അവനെ നോക്കി പറഞ്ഞതും അവൻ സോനയെ ഒന്ന് നോക്കി. അത് പിന്നെ പോലീസ് ഓഫീസറൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ കാണാനൊരു ത്വര. അവൾ അവനെ നോക്കി ചിരിച്ചു. അതെ, ഇവൻ തന്നെയാ. പ്രൊഫൈല് കണ്ടിട്ട് മനസ്സിലായില്ല. ബട്ട് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ എൻ്റെ കോളേജ് മേറ്റ്സ് ആണ്. അതെ, ഇത് കോളേജ് സമയത്തുണ്ടായിരുന്നവൻ്റെ കോലമാണ്. സിദ്ധു അവൻ്റെ പ്രൊഫൈലിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഫോട്ടോ അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, ഈ ചേട്ടനാണോ ആ ചേട്ടൻ? ഇതിലൊന്നിനും കൊള്ളില്ല. ബട്ട് ഇപ്പം നോക്കിക്കേ, ഹാൻസം. അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞതും തരുൺ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അതിന് വീണ്ടും അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, അവൻ്റെ നമ്പർ കിട്ടുമോ എന്ന് സിദ്ധു അവരോട് പറഞ്ഞതും അവർ തലയാട്ടി. സിദ്ധു, ഈ റിനോഷ് വിവാഹം കഴിച്ചതാണോ? അശ്വിൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അതെ, നിത എന്നാ കുട്ടിയുടെ പേര്. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. അവൻ്റെ അമ്മയുടെ നിർബന്ധത്തിനാ അവൻ ആ വിവാഹത്തിന് സമ്മതിച്ചത്. നല്ലൊരു കുട്ടിയാ, കാണാനും സ്വഭാവവും എല്ലാം. വിവാഹം കഴിക്കുന്ന സമയത്തൊന്നും അവൻ അവളോട് താല്പര്യമില്ലായിരുന്നു. പിന്നെ സ്നേഹമാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. വിവാഹത്തിന് മുൻപ് ഒരുപാട് തവണ എന്നോട് പറഞ്ഞു അവനെന്തോ ആ കുട്ടി ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല, അമ്മയ്ക്ക് വേണ്ടി സമ്മതിക്കുക എന്നൊക്കെ. അന്ന് ഞാനും അവനോട് പറഞ്ഞു, ഇഷ്ടപ്പെടാതെ നീ വിവാഹത്തിന് സമ്മതിക്കരുതെന്നൊക്കെ. വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതകാലം മുഴുവനിലേക്ക് വേണ്ടുന്നതാണ്. കുറച്ച് മാസത്തേക്കോ സമയത്തേക്കോ വേണ്ടുന്നതല്ലല്ലോ. അതുകൊണ്ട് അമ്മ എത്ര നിർബന്ധിച്ചാലും നിന്റെ മനസ്സിന് ഇഷ്ടപ്പെടാതെ നീ സമ്മതിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്തോ അവൻ അവളെ തന്നെയാണ് വിവാഹം കഴിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അവനോട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നല്ല സ്നേഹത്തിലുള്ളതുപോലെയായിരുന്നു അവൻ്റെ സംസാരവും രീതിയൊക്കെ. സിദ്ധു എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. കഷ്ടം, ആ കുട്ടി ഇതൊക്കെ അറിയുമ്പോൾ എങ്ങനെ സഹിക്കും അല്ലേ? മറ്റെന്ത് സ്വഭാവമാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു പെണ്ണിന് സഹിക്കാൻ കഴിയില്ല. അശ്വിൻ പറഞ്ഞതും തരുണും സിദ്ധുവൊക്കെ അത് ശരിവെച്ചു. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സിദ്ധു. തരുൺ അവനെ നോക്കി പറഞ്ഞു. ചോറ് കഴിച്ചിട്ട് പോടാ. സിദ്ധു വീണ്ടും പറഞ്ഞു. അത് ശരിയാ ചേട്ടാ, ബാ ഫുഡ് കഴിച്ചിട്ട് പോകാം. എല്ലാം റെഡിയായിട്ടിരിക്കുക. അമ്മു അവനെ നിർബന്ധിച്ചതും പിന്നെ അവരെല്ലാവരും അവിടെ നിന്നും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് സമ്മതിച്ചു. അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. മുത്തശ്ശി വാ, അമ്മു അവരെ വിളിച്ചു.
എനിക്ക് വേണ്ട മോളെ, നിങ്ങൾ കഴിക്ക്. എല്ലാം കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ. ഞാനൊന്ന് കിടക്കട്ടെ. അവർ അവളെ നോക്കി പറഞ്ഞു. എന്തേലും ഒന്ന് കഴിച്ചിട്ട് കിടക്കും മുത്തശ്ശി, പട്ടിണി കിടക്കല്ലേ. വാ. സിദ്ധു അവരെ വിളിച്ചു. മുത്തശ്ശി പട്ടിണി കിടന്നാൽ അവരൊക്കെ തിരിച്ചു വരുമോ? അവന് ശിക്ഷ കിട്ടുമോ? ഇല്ലല്ലോ. പകരം മുത്തശ്ശിയുടെ ആരോഗ്യം പോകും. മുത്തശ്ശിക്ക് ഇവരുടെയൊക്കെ കുഞ്ഞിനെ കാണണ്ടേ? എന്നിട്ട് വയ്യാതെയൊക്കെ ആയാൽ മതി. സോന അവരെ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു. എനിക്കിപ്പോൾ അതിനേക്കാൾ ഒരു വലിയ ആഗ്രഹമുണ്ട് മോളെ. അവർ പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് നീണ്ടു. എനിക്കിപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം അവൻ്റെ മരണമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ ആ നശിച്ചവൻ്റെ മരണം. അത് കണ്ടിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. അത് പറയുമ്പോൾ ആദ്യമായി അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു.